ഗൈസ് അമ്മ ചേച്ചീനെ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചുകൊണ്ടായിരുന്ന സമയത്ത് അമ്മ ചാള വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്ത് രാത്രി ചാളക്കറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ അച്ചിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ചിങ്ങ മെഴുകും ചാളക്കറി അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ അമ്മ അങ്ങനെ ചാളയൊക്കെ വെട്ടി കഴുകി തേച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചട്ടി വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ഉലുവിട്ട് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ട് വഴറ്റി പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഫിഷ് മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിഷ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിനുശേഷം മാങ്ങിയിട്ടൊക്കെ എൻ്റെ പൊന്നു ഗൈസ് മാങ്ങിയിട്ടൊക്കെ അടിപൊളിയല്ലേ. മാങ്ങ ഇട്ടെടുത്തിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ കഴുകി വെച്ച ചാള ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. അതിനുശേഷം നമ്മൾ അച്ചിങ്ങ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അടച്ച് വച്ചിട്ടുണ്ട്. അതിനുശേഷം ചീൻചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിന് കടുകിട്ട് വറ്റൽമുളകിട്ട് സവാള ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് വഴറ്റിയിട്ട് ഈ അച്ചിങ്ങ ആയത് അതിനകത്തേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് അങ്ങോട്ടൊന്നും കൂടി കുറച്ച് മറിച്ചൊക്കെ വച്ച് ചോറെടുത്ത് അപ്പം അങ്ങനെ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി. ചോറെടുത്ത് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇട്ട് കുറച്ച് ചാളക്കറി വെച്ചിട്ട് ഈ ചാളയൊക്കെ അങ്ങനെ സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച് ഈ ചോറിൽ ഈ മീൻ കറി ഇട്ട് ചോറ് നന്നായിട്ട് കുഴച്ച് കുറച്ച് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇട്ട് കുഴച്ച് ഒരു കുഞ്ഞ് കഷ്ണം ചാളയും കൂടി വച്ചിട്ട് ഒരു വാ കഴിക്കണം. ഗൈസ് എന്ത് ടേസ്റ്റ്. ഇതിപ്പോൾ കാണുമ്പോൾ എൻ്റെ വൈ വെള്ളം വരും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക.